ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൂലൈ 8, 9 തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കടക്കാം. ഇനി നമ്മുടെ മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട എക്സാം ആണ് LDC. അപ്പോൾ ഇനി വരുന്ന LDC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റിന്റെ LDC റാങ്ക് ഫെയിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ 3 വോഡിങ്ങളായിട്ടാണ് ഈ ഒരു റാങ്ക് ഫെയിൽ നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. നമ്മുടെ SCRT NCRT പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തി ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടാണ് ഈ ഒരു ബുക്ക് പുറത്തിറക്കിയിരിക്കുന്നത്. നമ്മുടെ ഓൺലൈൻ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ നിങ്ങൾക്ക് ഈ ബുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. ഇനി വരുന്ന ഈ ഒരു LDC എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി ഉടൻ തന്നെ ടാലന്റിനൊപ്പം പരിശീലിക്കുക, റാങ്ക് ഫെയിൽ സ്വന്തമാക്കുക. ഇന്ന് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിൻമെന്റ് ആണ്. 2026 ജൂലൈയിൽ സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടറായി നിയമിതനായത് ആരെന്നാണ് നമ്മൾ നോക്കുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. AP അഹമ്മദുൽ കബീർ ആണ്. ആരാണ്? AP അഹമ്മദുൽ കബീർ ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. 2026 ജൂലൈയിലാണ് ഈ ഒരു അപ്പോയിൻമെന്റ് നടന്നിരിക്കുന്നത്. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ഡയറക്ടറായിട്ടാണ് അദ്ദേഹം നിയമിതനായിരിക്കുന്നത്. അപ്പോൾ ആരാണെന്ന് പറഞ്ഞു? ഡോക്ടർ AP അഹമ്മദുൽ കബീർ ആണ് ഈ ഒരു ലേക്ക് അപ്പോയിൻമെന്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതൊന്ന് നല്ലതുപോലെ ഒന്ന് പഠിച്ചു വെക്കുക. ഇനി അടുത്തത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ആനക്കാംപൊയിൽ കണ്ണാടി മേപ്പാടി ഇരട്ട തുരങ്കപാത നിർമ്മാണം നടക്കുന്ന പ്രദേശത്ത് അടുത്തിടെ മണ്ണിടിച്ചിൽ ഉണ്ടായി. ഓക്കെ, അപ്പോൾ നമ്മൾ പലരും കണ്ടു കാണുന്ന ന്യൂസിലൊക്കെ ഇപ്പോൾ ഇതാണ് വാർത്ത. ഈ ഒരു മണ്ണിടിച്ചിലാണ് പ്രധാനമായിട്ടും വരുന്നത്. അത് എവിടെയാണ് നടന്നിരിക്കുന്നത്? ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ്. എവിടെയാണ്? വയനാട് ജില്ലയിലാണ്. അപ്പോൾ അവിടെ ഒരു നിർമ്മാണം നടന്നു വന്നിരുന്ന ഇരട്ട തുരങ്കപാത നമുക്കറിയാവുന്നതാണ്. അതും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ആനക്കാംപൊയി കണ്ണാടി മേൽപ്പാടി ഈ ഒരു ഇരട്ട തുരങ്കപാത നിർമ്മാണം നടക്കുന്ന പ്രദേശത്തായിട്ടാണ് ഈ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായത്. അടുത്തിടെ വളരെ ശക്തമായിട്ടുണ്ടായിരുന്ന മഴയും അതേപോലെ ഉണ്ടായിരുന്ന കാലാവസ്ഥയും ഒക്കെ കാരണമാണ് ഈ ഒരു മണ്ണിടിച്ചിൽ പ്രധാനമായിട്ടും ഉണ്ടായത്. ഈ ഒരു ഇരട്ട തുരങ്കപാത നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് മണ്ണും അതേപോലെ തന്നെ അവശിഷ്ടങ്ങളും ഖനനം ചെയ്തെന്നാണ് കൂട്ടിയിട്ടിരുന്നു. ഇതാണ് മണ്ണിടിച്ചിലൂടെ വീണിട്ടുണ്ടായിരുന്നത്. ഇതിലൂടെ ഒരു അപകടം ഉണ്ടായിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് ജില്ലയിലാണ് ഉണ്ടായതെന്ന് നോട്ട് ചെയ്ത് വെക്കുക. വയനാട്ടിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. വയനാട്ടിലാണ് ആനക്കാംപൊയി കണ്ണാടി മേൽപ്പാടി ഇരട്ട തുരങ്കപാത നിർമ്മാണം നടക്കുന്ന ഈ ഒരു പ്രദേശത്തായിട്ടാണ് മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. ഇത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. വയനാട് ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഒരു പ്രകൃതി ദുരന്തം മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ. ആ കാര്യം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എപ്പോഴായിരുന്നു അത് നടന്നത്? 2024 2024 ജൂലൈയിലാണ് ആ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 2026 ജൂലൈ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുകയാണ്. വയനാട് ജില്ലയിൽ തന്നെ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുകയാണ്. ആ കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ലോകബാങ്കിന്റെ പ്രതിശീർഷ ദേശീയ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉയർന്ന ഇടത്തരം വരുമാന വിഭാഗത്തിന്റെ പരിധിയിൽ കടന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയെന്നാണ്. അപ്പോൾ ഒരു റിപ്പോർട്ടിനെ ആസ്പദമാക്കിയിട്ടാണ് ലോകബാങ്കിന്റെ പ്രതിശീർഷ ദേശീയ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ തന്നെ ഉയർന്ന ഇടത്തരം അല്ലെങ്കിൽ മധ്യവർഗ വരുമാന വിഭാഗത്തിന്റെ പരിധിയിൽ കടന്നിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. ഡൽഹി, അതേപോലെ കർണാടക, തെലങ്കാന, തമിഴ്നാട്, ഗുജറാത്ത് എന്നീ 5 സംസ്ഥാനങ്ങളാണ് ഈ ഒരു വരുമാന വിഭാഗത്തിന്റെ പരിധി കടന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വരുമാനം കണക്കാക്കിയിരിക്കുന്നത് ഡോളറിന്റെ അടിസ്ഥാനത്തിലാണെന്ന് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഡൽഹിയിലാണെങ്കിൽ $6,217 ഇനി കർണാടകയുടെ എത്രയാണ്? $5,579. തെലങ്കാനയുടെ വരികയാണെങ്കിൽ $5,407. തമിഴ്നാടിൻ്റെത് $5,329. അതേപോലെ ഗുജറാത്തിൻ്റെത് $4,734 വരുന്നത്. അപ്പോൾ ഈ 5 സംസ്ഥാനങ്ങൾ ഈ ഒരു പ്രതിശീർഷ ദേശീയ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഉയർന്ന ഇടത്തരം വരുമാന വിഭാഗത്തിന്റെ പരിധി കടന്നിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ്. ഈ ഒരു റിപ്പോർട്ട് ഏത് പ്രകാരമാണെന്ന് ഓർത്തു വെക്കുക. ലോകബാങ്കിന്റെ റിപ്പോർട്ട് പ്രകാരമാണിത്. ഇനി കേരളത്തിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ വെറും $26 വ്യത്യാസത്തിലാണ് കേരളത്തിന് ഈ ഒരു ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാൻ കഴിയാതെ പോയത്. $4,610 ആണെന്നാണ് കേരളത്തിന്റെ ഈ ഒരു പ്രതിശീർഷ ദേശീയ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കണക്കാക്കൽ വന്നിരിക്കുന്നത്. എത്രയാണെന്ന് ഓർത്തു വെക്കുക. $4,610 ആയിരുന്നു. $26 വ്യത്യാസത്തിലാണ് കേരളത്തിന് ഈ ഒരു ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഉൾപ്പെടാൻ പോകാതെ സാധിച്ചത്. ഇനി നമ്മൾ പറഞ്ഞത് ഇപ്പോൾ സംസ്ഥാനങ്ങളുടെ കാര്യമാണ്. ഇനി രാജ്യങ്ങളുടെ കാര്യം വരികയാണെങ്കിൽ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണ്? അത് താഴെ
താഴ്ന്ന മധ്യവർഗ വരുമാന വിഭാഗത്തിലാണെന്താണ് ഇന്ത്യയുടെ സ്ഥാനം. എന്താണ്? താഴ്ന്ന മധ്യവർഗ വരുമാന വിഭാഗത്തിലാണെന്താണ് ഇന്ത്യയുടെ സ്ഥാനം എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. മാറ്റമില്ല എന്ന് പറയാൻ കാരണം എന്താണ്? 2007 മുതൽ ഇന്ത്യ എന്താണ് ഈ ഒരു വിഭാഗത്തിലാണ് തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയത് എന്താണ്? നമ്മുടെ ഈ ഒരു വേൾഡ് ബാങ്കിന്റെ പ്രതിശീർഷ ദേശീയ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കണക്കാണ് നോക്കിയത്. അതിൽ ഉയർന്ന ഇടത്തരം വരുമാനത്തിന്റെ വിഭാഗ പരിധിയിൽ കടന്നിട്ടുള്ള 5 ഇന്ത്യൻ സംസ്ഥാനങ്ങൾ നമ്മൾ നോക്കി. ഡൽഹി, കർണാടക, തെലങ്കാന, തമിഴ്നാട്, ഗുജറാത്ത് എന്നിവയാണ്. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. പ്രതിരോധ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനായി അടുത്തിടെ ഇന്ത്യയുമായി കരാർ ഒപ്പുവെച്ച രാജ്യം ഏതെന്നാണ്? നോട്ട് ചെയ്ത് വെക്കുക. ഇന്തോനേഷ്യയാണ്. ഇന്തോനേഷ്യയും അതേപോലെ ഇന്ത്യയും തമ്മിൽ എന്താണ് ഒരു കരാർ ഒപ്പുവെച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രതിരോധ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഇന്ത്യയുടെ ബ്രഹ്മോസ് നമുക്കറിയാവുന്നതാണ്. ബ്രഹ്മോസും അതേപോലെ മറ്റൊരു മിസൈലാണ് എന്താണ്? മറ്റൊരു മിസൈലാണ് എന്താണ്? അസ്ത്ര എന്നിങ്ങനെ 2 മിസൈലുണ്ട്, ബ്രഹ്മോസും അസ്ത്ര. അപ്പോൾ ഇന്ത്യയുടെ കയ്യിൽ നിന്നും ഈ ഒരു ബ്രഹ്മോസും അസ്ത്രയും എന്താണ് ഇന്തോനേഷ്യ വാങ്ങുന്നതായിരിക്കും. അതിനുള്ള കരാറും അതിനുള്ള കാര്യങ്ങളും എന്താണ് ഈ ഒരു കരാറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. ഇന്തോനേഷ്യയും അതേപോലെ ഇന്ത്യയും തമ്മിലാണ് ഈ ഒരു കരാർ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ബ്രഹ്മോസ് അതേപോലെ അസ്ത്ര എന്നിങ്ങനെയുള്ള ഈ ഒരു മിസൈലുകൾ എന്താണ് ഇന്തോനേഷ്യ ഈ ഒരു കരാർ പ്രകാരം എന്താണ് വാങ്ങിക്കുന്നതായിരിക്കും. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. 2008 അഹമ്മദാബാദ് സ്ഫോടന കേസിൽ 38 പ്രതികളുടെ വധശിക്ഷ ഗുജറാത്ത് ഹൈക്കോടതി ശരിവെച്ചു എന്നുള്ള കാര്യമാണ്. അപ്പോൾ എന്താണ്? എത്ര വർഷം മുമ്പാണ്? 2008 നടന്നിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ് എന്താണ് അഹമ്മദാബാദ് സ്ഫോടനം എന്ന് പറയുന്നത്. ഈ ഒരു കേസിലെ പ്രതികളെ, എത്ര പ്രതികളെയാണ്? 38 പ്രതികളുടെ വധശിക്ഷ ശരിവെച്ചിരിക്കുകയാണ്. ഏത് കോടതിയാണ്? ഗുജറാത്ത് ഹൈക്കോടതിയാണ് ശരിവെച്ചിരിക്കുന്നത്. ഈ ഒരു കാര്യം നമ്മൾ പഠിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം എന്താണ്? 38 പ്രതികളുടെ വധശിക്ഷയാണ് ഇവിടെ ഗുജറാത്ത് ഹൈക്കോടതി ശരിവെച്ചിരിക്കുന്നത്. വളരെ അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തെന്ന് പറഞ്ഞാൽ ഒരൊറ്റ കേസിൽ ഇത്രയും അധികം പ്രതികൾക്ക് എന്താണ് വധശിക്ഷ ശരിവെച്ചിരിക്കുന്നത് വളരെ അപൂർവമാണ്. അപ്പോൾ എന്താണ്? 38 പ്രതികളുടെ വധശിക്ഷയാണ് ഗുജറാത്ത് ഹൈക്കോടതി ശരിവെച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു സ്ഫോടനത്തിൽ അന്തരിച്ചവരുണ്ട്, അതേപോലെ എന്താണ് കുറേ അധികം പരിക്കുകൾ പറ്റിയവരുമുണ്ട്. അപ്പോൾ ഗുരുതരമായിട്ട് പരിക്കുകൾ പറ്റിയവർക്കും ഇതേപോലെ തന്നെ അന്തരിച്ചവർക്കും ഒക്കെ എന്താണ് സംസ്ഥാന ഗവൺമെന്റ് അതിനുള്ള നഷ്ടപരിഹാരം നൽകണമെന്നുള്ള എന്താണ് പ്രഖ്യാപനവും ഗുജറാത്ത് ഹൈക്കോടതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 2008 അഹമ്മദാബാദ് സ്ഫോടന കേസിൽ എത്രയാണ്? 38 പ്രതികളുടെ വധശിക്ഷ ശരിവെച്ചിരിക്കുന്നത് ഗുജറാത്ത് ഹൈക്കോടതിയാണ്. മാത്രമല്ല അതിന് ഇരയായവർക്ക്, ആ ഒരു സ്ഫോടനത്തിൽ എന്താണ് അന്തരിച്ചവർക്കും അതേപോലെ തന്നെ പരിക്കേറ്റവർക്കുമൊക്കെ നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി വിധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് ഒരു ഗർത്തവുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ്. ഭൂമിയിലെ ഏറ്റവും പഴക്കമേറിയ ഉൽക്കാഗർത്തം ഏതെന്നാണ്. എന്താണ് ഭൂമിയിലെ ഏറ്റവും പഴക്കമേറിയ ഉൽക്കാഗർത്തം ഏതാണെന്ന് ഓർത്ത് വെക്കുക. നോർത്ത് പോൾ ഡോം ആണ്. ഏതാണ്? നോർത്ത് പോൾ ഡോം ആണ്. അപ്പോൾ എവിടെയാണിത്? ഓസ്ട്രേലിയയിലാണ്. ഓസ്ട്രേലിയയിലെ എന്താണ് പിൽബാറ എന്നുള്ള മേഖലയിലാണ്. എത്രയാണ്? 302 കോടി വർഷം പഴക്കമുള്ള ഈ ഒരു ഗർത്തം ഉള്ളത്. അപ്പോൾ എവിടെയാണെന്ന് പറഞ്ഞു. എന്താണ്? പിൽബാറയിലാണ്. ഓസ്ട്രേലിയയിലെ പിൽബാറയിലാണ് നോർത്ത് പോൾ ഡാം സ്ഥിതി ചെയ്യുന്നത്. എന്താണ് പ്രത്യേകത? ഭൂമിയിലെ ഏറ്റവും പഴക്കമേറിയ ഉൽക്കാഗർത്തമായിട്ട് ശാസ്ത്രജ്ഞർ ഇപ്പോൾ എന്താണ് പരിഗണിച്ചിരിക്കുകയാണ് ഇതിനെ. അപ്പോൾ എത്ര വർഷം പഴക്കമുള്ളതാണ് ഇതെന്ന് പറഞ്ഞു? 302 കോടി വർഷം പഴക്കമുള്ളതാണ് ഈ ഒരു നോർത്ത് പോൾ ഡാം. അപ്പോൾ അത് ഓസ്ട്രേലിയയിലാണെന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഭൂമിയിലെ ഏറ്റവും പഴക്കമേറിയ ഉൽക്കാഗർത്തമായിട്ട് ഇതിനെ കണക്കാക്കിയിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ. ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു റാങ്ക് ഫയലാണ്. മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി വളരെ വിദഗ്ധമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങളുടെ പരീക്ഷകളിൽ നിങ്ങൾക്ക് മികച്ച വഴികാട്ടിയായിരിക്കും. ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ നിങ്ങൾക്ക് ഈ റാങ്ക് ഫയൽ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കണ്ടന്റ്സും ഉൾപ്പെടുത്തിയിട്ടാണ്. നമുക്കറിയാവുന്നതാണ് ഈ ഒരു ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മറ്റ് PSC എക്സാമുകളുടെ സിലബസ് അല്ല ഇതിനുള്ളത്. അപ്പോൾ ഏറ്റവും പുതിയ സിലബസ് പ്രകാരം അതിന്റെ കംപ്ലീറ്റ് സിലബസ്ഡ് ആയിട്ട് മുൻവർഷ ചോദ്യങ്ങളോടുകൂടി തയ്യാറാക്കിയിട്ടുള്ള റാങ്ക് ഫയൽ ഉടൻ തന്നെ നിങ്ങൾ സ്വന്തമാക്കുക. ഓക്കെ, ഇനി നമ്മുടെ പോയിന്റിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഒരു റിപ്പോർട്ടാണ്. 2026 ഗ്ലോബൽ സിറ്റിസൺ സൊല്യൂഷൻസ് പുറത്തിറക്കിയ ആഗോള പാസ്പോർട്ട് സൂചികയാണ്. എന്താണ്? ഗ്ലോബൽ പാസ്പോർട്ട് ഇൻഡെക്സ് ആണ്. ഈ ഒരു ഇൻഡെക്സ് പ്രകാരം ഒന്നാമതുള്ള രാജ്യം ഏതാണ്? സ്വീഡനാണ് ഈ ഒരു ഇൻഡെക്സിൽ എന്താണ് ഒന്നാമത് വന്നിരിക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് സ്വിറ്റ്സർലാൻഡ് ആണ്. രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. മൂന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഫിൻലൻഡ് ആണ്. മൂന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മളൊരു ഇൻഡെക്സിൽ പഠിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്?
ചോദിക്കുന്നതാണ് ഇന്ത്യയുടെ റാങ്ക് എത്രയെന്നാണ്. ഇന്ത്യ എത്രാം സ്ഥാനത്താണ് വന്നിരിക്കുന്നത്? 125 സ്ഥാനത്താണ്. 125 സ്ഥാനത്താണ് കേട്ടോ. 125 സ്ഥാനത്താണ് ഇന്ത്യയുടെ റാങ്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ പൊസിഷൻ വന്നിരിക്കുന്നത്. എന്താണ്? ഗ്ലോബൽ സിറ്റിസൺ സൊല്യൂഷൻസ് പുറത്തിറക്കിയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ആഗോള പാസ്പോർട്ട് സൂചിക, ഗ്ലോബൽ പാസ്പോർട്ട് ഇൻഡെക്സ് ആണ്. ഈ ഒരു ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് സ്വീഡനാന്ന് പറഞ്ഞു, 2-ാം സ്ഥാനത്ത് എന്താണ് സ്വിറ്റ്സർലാൻഡ് ആണ്, അതേപോലെ 3-ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഫിൻലൻഡ് ആണ്. ഇന്ത്യ എത്രാം സ്ഥാനത്താണെന്ന് പറഞ്ഞു? 125-ാം സ്ഥാനത്താണ് വന്നിരിക്കുന്നത്. ഇനി ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് മൊബിലിറ്റി, അതേപോലെ ഇൻവെസ്റ്റ്മെന്റ്, ഇനി ജീവിത നിലവാരം എന്നീ സൂചികകളൊക്കെ കണക്കെടുത്തുകൊണ്ടാണ് ഈ ഒരു ഇൻഡെക്സ് തയ്യാറാക്കിയിരിക്കുന്നത്. 197 രാജ്യങ്ങളെയാണ് ഈ ഒരു എന്താണ് ഇൻഡെക്സിൽ കണക്കാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു പഠനത്തിന് വേണ്ടിയിട്ട് വിനിയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ്? ആഗോള പാസ്പോർട്ട് സൂചികയാണ്. ഇത് പുറത്തിറക്കിയത് ആരാണ് നമ്മൾ പറഞ്ഞു? ഗ്ലോബൽ സിറ്റിസൺ സൊല്യൂഷൻസ് 2026 പുറത്തിറക്കിയിട്ടുള്ള ഒരു റിപ്പോർട്ടാണിത്. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇതാണ്. ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ സാറ്റലൈറ്റ് എന്താണ്? TDS-1 ഈ വർഷം അവസാനത്തോടെ തന്നെ വിക്ഷേപിക്കുന്നതായിരിക്കും. ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിക്കാനും ചലിപ്പിക്കുവാനും വേണ്ടിയിട്ട് ISRO തദ്ദേശീയമായി നിർമ്മിച്ച ഇലക്ട്രിക് ത്രസ്റ്ററുകളെ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്താണ് ഈ ഒരു വിക്ഷേപണം ഒരുങ്ങുന്നത്. എന്താണ് ഈ ഒരു ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ സാറ്റലൈറ്റ് വിക്ഷേപിക്കാനായിട്ട് ഒരുങ്ങുന്നത്. അപ്പോൾ ഈ ഒരു ഇലക്ട്രിക് പ്രൊപ്പൽഷൻ ത്രസ്റ്ററുകൾ ഉപയോഗിക്കുന്നത് വഴി വളരെ ഭാരമേറിയിട്ടുള്ള കെമിക്കൽ ഇന്ധനം ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ്. സൗരോർജ്ജത്തിലാണ് ഈ ഒരു ഇലക്ട്രിക് പ്രൊപ്പൽഷൻ ത്രസ്റ്ററുകൾ എന്താണ് പ്രവർത്തിക്കുന്നത്. അതിലൂടെ എന്താണ് വളരെയധികം ഭാരമുള്ള ഈ ഒരു കെമിക്കൽ ഇന്ധനങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, ഇതിന്റെ ഭാഗമായിട്ട് ഈ ഒരു ഇലക്ട്രിക് ത്രസ്റ്ററുകൾ എന്താണ് ISRO വികസിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് ആണ് ഈ ഒരു ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ സാറ്റലൈറ്റ് എന്താ വിക്ഷേപിക്കാനായിട്ട് ഒരുങ്ങുന്നത്. 2026 ഈ ഒരു വിക്ഷേപണം സാധ്യമാവുന്നതാണ്. ഇനി നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇതാണ്. പുതിയ ഒരു എന്താണ് നമ്മുടെ INS വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പഠിച്ചു വെക്കാം. എന്താണ്? INS മഹേന്ദ്രഗിരിയാണ് കേട്ടോ. INS മഹേന്ദ്രഗിരിയാണ്. എന്താണ് പ്രത്യേകത? എപ്പോഴാണ് ഇത് കമ്മീഷൻ ചെയ്യുന്നത്? 2026 ജൂലൈയിലാണ് ഇന്ത്യ കമ്മീഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യ 2026 ജൂലൈയിൽ കമ്മീഷൻ ചെയ്യുന്ന പുതിയ സെൽറ്റ് ഫ്രിഗേറ്റ് ഏതാണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ്? INS മഹേന്ദ്രഗിരിയാണ് കേട്ടോ. പ്രൊജക്ട് 17A ഭാഗമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ആറാമത്തെ തദ്ദേശീയ സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് ആണ് എന്താണ് INS മഹേന്ദ്രഗിരി എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ജൂലൈയിലാണ് 2026 ജൂലൈയിലാണ് ഇത് കമ്മീഷൻ ചെയ്യാൻ ഒരുങ്ങുന്നത്. വിശാഖപട്ടണത്ത് വെച്ചിട്ടാണ് കമ്മീഷൻ ചെയ്യുന്നത്. എവിടെയാണ്? വിശാഖപട്ടണത്താണ് ഇത് കമ്മീഷൻ ചെയ്യുന്നത്. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക, INS മഹേന്ദ്രഗിരിയാണ്. അപ്പോൾ ഇന്ത്യയുടെ എന്താണ് നാവികസേനയ്ക്ക് പുതിയ ഒരു കൈത്താങ് കൂടി വന്നിരിക്കുകയാണ്. INS മഹേന്ദ്രഗിരിയാണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. 2026 ജൂലൈയിലാണ് ഇത് കമ്മീഷൻ ചെയ്യുന്നത്. ഇനി ഒരു വിയോഗമാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നോക്കാം. 2026 ജൂലൈയിൽ അന്തരിച്ച ഇന്ത്യൻ സാമൂഹിക പ്രവർത്തകൻ ആരെന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേരൊന്ന് പ്രധാനമായി നോട്ട് ചെയ്ത് വെക്കുക. ഗിരീഷ് ഭരദ്വാജ് ആണ്. ആരാണ്? ഗിരീഷ് ഭരദ്വാജ് ആണ്. അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ്. 2026 ജൂലൈയിലാണ് അന്തരിച്ചത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഇനി അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു? ഇന്ത്യൻ സാമൂഹ്യ പ്രവർത്തകനാണ് അദ്ദേഹം. എന്താണ്? ഇന്ത്യൻ സാമൂഹ്യ പ്രവർത്തകനാണ് അദ്ദേഹം. എന്താണ് നമ്മുടെ ഗ്രാമീണ മേഖലയിലൊക്കെ, ഇന്ത്യയുടെ ഗ്രാമീണ മേഖലയിലൊക്കെ ഗതാഗതം സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് നിരവധി തൂക്കുപാലങ്ങളാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ അദ്ദേഹം 140-ലധികം തൂക്കുപാലങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മുടെ സംസ്ഥാനമായ കേരളം, കർണാടക, തെലങ്കാന, ഒഡീഷ എന്നിവിടങ്ങളിലായിട്ട് 127-ലധികം തൂക്കുപാലങ്ങൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹം കേരളത്തിലും എന്താണ് നിരവധി തൂക്കുപാലങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. 30-ലധികം തൂക്കുപാലങ്ങൾ അദ്ദേഹം കേരളത്തിൽ നിർമ്മിച്ചിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ അദ്ദേഹത്തെ എന്താണ് ബ്രിഡ്ജ് മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? ബ്രിഡ്ജ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഗിരീഷ് ഭരദ്വാജ് ആണ്. എന്താണ്? ബ്രിഡ്ജ് മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും അധികം നിരവധി പാലങ്ങൾ അദ്ദേഹം എന്താണ് പണി കഴിപ്പിച്ചതിലൂടെ അദ്ദേഹം എന്താണ് ബ്രിഡ്ജ് മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? ബ്രിഡ്ജ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ഗിരീഷ് ഭരദ്വാജ് ആണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അദ്ദേഹത്തിന് എന്താണ് 2017 അദ്ദേഹത്തിന് എന്താണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. എന്താണ്? പത്മശ്രീ പുരസ്കാരം അദ്ദേഹത്തിന് എപ്പോഴാണ് ലഭിച്ചത്? 2017 എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അദ്ദേഹം എങ്ങനെയാണ് അറിയപ്പെടുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. എന്താണ്? ബ്രിഡ്ജ് മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. 2026 ജൂലൈയിലാണ് അദ്ദേഹം അന്തരിച്ചത്. ഇനി വരുന്ന ഒരു പ്രധാനപ്പെട്ട PSC എക്സാം ആണ് എന്താണ് പോലീസ് ഡ്രൈവർ എക്സാം. ഇതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് ടാലന്റിന്റെ ഡ്രൈവർ സ്പെഷ്യൽ ടോപ്പിക്ക് ബുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ ഒരു എക്സാമിന് വേണ്ടി മാത്രമല്ല, ഇനി നമുക്ക് വരാൻ പോകുന്ന ഫയർമാൻ ഡ്രൈവർ ആയിക്കോട്ടെ, CO ഡ്രൈവർ ആയിക്കോട്ടെ, APO ഡ്രൈവർ ആയിക്കോട്ടെ, ഈ ഒരു എക്സാമുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ബുക്ക് വെച്ച് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. 2024-25 മുൻവർഷ ചോദ്യ പേപ്പറുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു
ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കംപ്ലീറ്റ് സിലബസ് കവറേജ് നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നതായിരിക്കും. ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ആമസോൺ, ഫ്ലിപ്കാർട്ട് വഴിയോ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ നിങ്ങൾക്ക് ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ബുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. ഉടൻ തന്നെ ബുക്ക് സ്വന്തമാക്കി നല്ല രീതിയിൽ പഠിക്കുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു. 2026 ജൂലൈയിൽ സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടറായി നിയമിതനായത് ആരാണ്? ഡോക്ടർ AP അഹമ്മദുൽ കബീർ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് എന്താണ്? വയനാടുണ്ടായ ഒരു മണ്ണിടിച്ചിൽ ദുരന്തമാണ്. ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി ഇരട്ട തുരങ്കപാത നിർമ്മാണം നടക്കുന്ന പ്രദേശത്ത് അടുത്തിടെ എന്താണ് മണ്ണിടിച്ചിലുണ്ടായി. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് തന്നെയാണ്, ഈ ഒരു ജില്ലയിൽ തന്നെയാണ് എന്താണ് 2024 ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നത്. നമുക്കറിയാവുന്നതാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ഉണ്ടായതും ഈ ഒരു വയനാട് ജില്ലയിൽ തന്നെയാണ്. അവിടെ തന്നെയാണ് എന്താണ് ഈ ഒരു തുരങ്കപാത നിർമ്മാണത്തിനായിട്ട് എന്താണ് ഖനനം ചെയ്തിട്ടുണ്ടായിരുന്ന മണ്ണും അതേപോലെ അവശിഷ്ടങ്ങളും ഇപ്പോൾ മണ്ണിടിച്ചിലൂടെ വന്നിരിക്കുന്ന അപകടം സൃഷ്ടിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു. ലോകബാങ്കിന്റെ പ്രതിശീർഷ ദേശീയ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉയർന്ന ഇടത്തരം വരുമാന വിഭാഗത്തിന്റെ പരിധി കടന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. 5 സംസ്ഥാനങ്ങളാണ്. ഡൽഹി, കർണാടക, തെലങ്കാന, തമിഴ്നാട്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളാണ്. $26 വ്യത്യാസത്തിലാണ് കേരളത്തിന് ഈ ഒരു സംസ്ഥാനങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടാൻ കഴിയാതെ പോയിട്ടുണ്ടായിരുന്നത്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മുടെ രാജ്യങ്ങളുടെ കണക്കാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണ്? താഴ്ന്ന മധ്യവർഗ വരുമാന വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് പ്രതിരോധ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനായിട്ട് അടുത്തിടെ ഇന്ത്യയുമായി കരാറിൽ ഒപ്പുവെച്ച രാജ്യം ഏതെന്നാണ് നോക്കിയത്. ഇന്തോനേഷ്യയാണ്. അപ്പോൾ ഈ ഒരു കരാറിന്റെ ഭാഗമായിട്ട് തന്നെ ഇന്ത്യയുടെ ബ്രഹ്മോസ് അതേപോലെ അസ്ത്ര മിസൈലുകൾ ഇന്തോനേഷ്യ വാങ്ങിക്കുന്നതായിരിക്കും. ശേഷം നമ്മൾ നോക്കിയത് 2008 അഹമ്മദാബാദ് സ്ഫോടന കേസിൽ 38 പ്രതികളുടെ വധശിക്ഷ ഗുജറാത്ത് ഹൈക്കോടതി ശരിവെച്ചു എന്നുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഒരു കേസിൽ തന്നെ ഇത്രയും അധികം പ്രതികൾക്ക് വധശിക്ഷ ശരിവെച്ചിരിക്കുന്നത് വളരെ അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല ഈ ഒരു സ്ഫോടനത്തിൽ ഇരയായവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ഗുജറാത്ത് ഹൈക്കോടതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നോക്കിയത് ഭൂമിയിലെ ഏറ്റവും പഴക്കമേറിയ ഉൽക്കാഗർത്തം ഏതെന്നാണ്. നോർത്ത് പോൾ ഡോം ആണ്. ഓസ്ട്രേലിയയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 302 കോടി വർഷം പഴക്കമുള്ള ഈ ഒരു ഗർത്തത്തെ ഭൂമിയിലെ ഏറ്റവും പഴക്കമേറിയ ഉൽക്കാഗർത്തമായിട്ട് ശാസ്ത്രജ്ഞർ കണക്കാക്കിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു ഇൻഡെക്സ് ആയിരുന്നു. 2026 ഗ്ലോബൽ സിറ്റിസൺ സൊല്യൂഷൻസ് പുറത്തിറക്കിയ ആഗോള പാസ്പോർട്ട് സൂചികയാണ്. ഈ സൂചികയിൽ 1-ാം സ്ഥാനത്തുള്ളത് സ്വീഡൻ ആണ്, 2-ാം സ്ഥാനത്തുള്ളത് സ്വിറ്റ്സർലാൻഡ് ആണ്, 3-ാം സ്ഥാനത്തുള്ളത് ഫിൻലൻഡ് ആണ്. ഇനി ഇന്ത്യയുടെ സ്ഥാനം 125 ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ആകെ 197 രാജ്യങ്ങളെയാണ് ഈ ഒരു ഇൻഡെക്സിൽ കണക്കാക്കിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ സാറ്റലൈറ്റ് ഈ വർഷം അവസാനത്തോടെ വിക്ഷേപിക്കും എന്നുള്ള കാര്യമാണ്. ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിക്കാനും അതേപോലെ ചലിപ്പിക്കാനും വേണ്ടി ISRO തദ്ദേശീയമായി നിർമ്മിച്ചിട്ടുള്ള ഇലക്ട്രിക് ത്രസ്റ്ററുകളെ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വിക്ഷേപണം നടക്കുന്നത്. ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ സാറ്റലൈറ്റ് വിക്ഷേപിക്കാനായിട്ട് ഒരുങ്ങുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് 2026 ജൂലൈയിൽ ഇന്ത്യ കമ്മീഷൻ ചെയ്യുന്ന പുതിയ സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് ഏതെന്നാണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. INS മഹേന്ദ്രഗിരിയാണ്. അപ്പോൾ ഏത് പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ്? പ്രൊജക്ട് 17A ഭാഗമായിട്ടാണ് ഈ ഒരു ഫ്രിഗേറ്റ് നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു വിയോഗമായിരുന്നു. 2026 ജൂലൈയിൽ അന്തരിച്ച ഇന്ത്യൻ സാമൂഹ്യ പ്രവർത്തകൻ ആരെന്നാണ് നമ്മൾ നോക്കിയത്. നോട്ട് ചെയ്ത് വെക്കുക. ഗിരീഷ് ഭരദ്വാജ് ആണ്. അപ്പോൾ അദ്ദേഹം അന്തരിച്ചത് 2026 ജൂലൈയിലാണ്. ഇനി അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് എന്നാണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. 2017 അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അദ്ദേഹത്തെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ബ്രിഡ്ജ് മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. അത്രയും അധികം തൂക്കുപാലങ്ങൾ അദ്ദേഹം ഇന്ത്യയിലുടനീളമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 2026 ജൂലൈയിലാണ് അദ്ദേഹം അന്തരിച്ചത്. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് തരികയാണ്. ശരിയുത്തരങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഇതാണ്. സുപ്രീം കോടതി ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെ പുതിയ ചെയർപേഴ്സണായി നിയമിതയായത് ആരെന്നാണ്. ഓപ്ഷൻ എ ജസ്റ്റിസ് ഹിമ കോഹ്ലി, ഓപ്ഷൻ ബി ജസ്റ്റിസ് BV നാഗരത്ന, ഓപ്ഷൻ സി ജസ്റ്റിസ് ഇന്ദിര ബാനർജി, ഓപ്ഷൻ ഡി ജസ്റ്റിസ് ബേല M ത്രിവേദി. അടുത്ത ചോദ്യം ഇതാണ്. GDN എന്ന ചിത്രത്തിൽ GD നായിഡുവായി അഭിനയിക്കുന്നത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സൂര്യ, ഓപ്ഷൻ ബി R മാധവൻ, ഓപ്ഷൻ സി ധനുഷ്, ഓപ്ഷൻ ഡി വിക്രം. അപ്പോൾ കറക്റ്റ് ആൻസർ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ ചോദ്യങ്ങളുടെ ഉത്തരം നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. 2026 FATFന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നായിരുന്നു ചോദ്യം. ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം. വിവേക് അഗർവാൾ ആണ്. അടുത്ത ചോദ്യം ഇതായിരുന്നു. കേരള സർക്കാർ പോലീസ് സ്റ്റേഷനുകളിലെ ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങൾ ശാസ്ത്രീയമായി നീക്കം ചെയ്യുന്നതിനായി ആരംഭിച്ച പദ്ധതി പേര് എന്തെന്നായിരുന്നു. ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. സ്പേസ് എന്നുള്ള പദ്ധതിയിലൂടെയാണ് ഈ ഒരു കാര്യം നടപ്പിലാക്കാൻ പോകുന്നത്.
ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.